ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വണ്ടർ വേൾഡിന്റെ മനോഹരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ഒരു മീറ്റിംഗ് പങ്കെടുക്കുന്നതെങ്കിൽ ദയവായി നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ക്യാമറകൾ കഴിയുമെങ്കിൽ ഓണാക്കി വെക്കുക. നമുക്കറിയാം, ഓരോ ദിവസവും ഈ സമയം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. മനോഹരമായ ആശയങ്ങളെ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഒരുപക്ഷെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ, പുതിയ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ മാറ്റി എഴുതുവാൻ കഴിയുന്ന ആശയങ്ങളാണ് നമുക്ക് ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ഇതിനായിട്ട് ചെയ്യുന്ന ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പുതിയ ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയോട് ബന്ധപ്പെട്ടും നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് രീതിയോടും ബന്ധപ്പെട്ടുമൊക്കെയാണ്. അതിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുവാനും പുതിയ ആശയങ്ങളെ തേടി പോയിക്കൊണ്ടിരുന്ന നമുക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ജോലി ചെയ്യുവാനും നമ്മളെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഒരുപക്ഷെ ഫ്ലയറിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അല്ലെ? കോൾ ഷെഡ്യൂളിംഗ്. ഒരു കസ്റ്റമറിനോട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കസ്റ്റമർ കോൾ ഷെഡ്യൂൾ ചെയ്യുക എന്നത്. ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സെയിൽസ് മാർക്കറ്റിംഗ് പോലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം, മാർക്കറ്റിംഗ് രീതികളും സെയിൽസിന്റെ സ്ട്രാറ്റജിയും വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഒരു 10 വർഷം 15 വർഷം പിന്നിലേക്ക് നോക്കിയാൽ പോലും ആ മാറ്റം പ്രകടമാണ്. പ്രത്യേകിച്ച് സെയിൽസിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് വർക്കുകൾ ചെയ്യുന്നവർക്ക്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളവർക്ക് അത് നന്നായിട്ട് അറിയാം. ഒരു കസ്റ്റമറിനെ കാണുന്ന രീതിക്കും ജോലിയിൽ നമ്മൾ അവരെ അഭിമുഖീകരിക്കുന്ന രീതിക്കുമൊക്കെ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളെ നമ്മുടെ ബിസിനസ്സിലും അഥവാ നമ്മൾ ചെയ്യുന്ന നമ്മളുടെ സാൻഡ് ബോക്സിന്റെ ബിസിനസ്സിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ രീതിക്കനുസരിച്ച് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെയുള്ള ആദ്യ പടി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പോയ വഴിയിൽ നിന്നും മാറി ചിന്തിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. സെയിൽസിന്റെ മാർക്കറ്റിംഗിന്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാരണം, നമുക്കറിയാം, നമുക്ക് മനോഹരമായ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റിനെ കൃത്യമായി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം ഒരുപക്ഷെ നമ്മുടെ കൂടെ വന്നവർക്കോ അല്ലെങ്കിൽ നമുക്കോ അത് വലിയൊരു റെസ്പോൺസിബിൾ ആയിട്ട്, ഒരു പ്രിവിലേജ് ആയിട്ടും കൂടി നമ്മൾ കണ്ടു ചെയ്യുന്നതാണ്. എന്നാൽ ഇതിനെ അവതരിപ്പിക്കേണ്ട രീതിയിലാണോ നമ്മൾ കൊണ്ടുപോകുന്നത്? അതിന് കൃത്യമായിട്ടുള്ള പ്ലാൻ പ്രസന്റേഷൻസുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനോട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കമ്പനി തരുന്നുണ്ട്. എന്നാൽ ഒരു കസ്റ്റമറിനെ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതുപോലുള്ള സെഷനിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ആശയങ്ങൾ അറിയാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞ് മാറ്റിയവരായിരിക്കാം. എന്നും തന്നെയാണെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശയം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ആഴ്ച കസ്റ്റമേഴ്സിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ബിസിനസ്സിൽ സക്സസ് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനോട് കസ്റ്റമറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കസ്റ്റമർ കോൾ ഷെഡ്യൂളിങ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക്, നമ്മൾ അതിലേക്ക് വരുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു കാര്യം, പഴയ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജിയിൽ നിന്നും മാറി നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിക്ക് ഒരു വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവരവരുടെ ജോലി ആരംഭിക്കുക ഒരു 9:30 അല്ലെങ്കിൽ ഒരു 9 മണി 9:30 കൂടി തുടങ്ങുന്ന ജോലി 9 to 5 ജോബായിട്ടാണ് പലരും ചെയ്തിരിക്കുന്നത്, അല്ലെ? ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ 9 to 5 ജോബായിട്ടാണ് അത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ചില നഷ്ടവുമുണ്ട്, ചില ലാഭമുണ്ട്. 9 to 5 ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം സാലറീഡ് ആയിരിക്കും. ഹലോ, 9 to 5 ജോബ് ചെയ്യുന്ന ഒരാൾ സാലറീഡ് ആയിരിക്കും. നമ്മൾ സാലറീഡ് ആണോ? അല്ല. നമ്മുടെ ജോബില് നമ്മളുടെ ടാർഗറ്റും നമ്മളുടെ വിഷനും ഒക്കെ നമ്മളെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. സോ 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളെ പോലെ അല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആളുകളുടെ പ്രശ്നം എന്താണ്? അവരിതിനെ നേരെ 9 to 5 ജോബിലേക്ക് കൺവേർട്ട് ചെയ്ത് ചിന്തിക്കില്ല. എന്നിട്ട് എങ്ങനെ ചിന്തിക്കും? അതൊരു പാർട്ട് ടൈം ജോബായിട്ട് ചിന്തിക്കും. ഒരു ദിവസം സമയം കിട്ടിയാൽ വൈകുന്നേരം നമ്മുടെ മറ്റുള്ള എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം 1 മണിക്കൂർ നമുക്കൊന്ന് ഹൗസ് വിസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന 1, 2 കോഴ്സ് എടുത്തിട്ട് പോകും. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ മാത്രമായിരിക്കും ഈ ജോലി ഫോക്കസ് ചെയ്യുക. ഞാൻ പൊതുവെ ഉള്ള ഒരു ആശയമാണ് പറയുന്നത് കേട്ടോ.
ഇതൊരു 9 to 5 ജോബായിട്ട് കാണുന്നതാണോ? അതെ. 9 to 5 ജോബായിട്ട് കാണുന്ന ഒരാൾക്ക് ഇതിന്റെ ട്രഡീഷണൽ പാറ്റേണിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ കാലഘട്ടം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 10, 15 വർഷം കൊണ്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ആ കാലഘട്ടം കഴിഞ്ഞു. ഇനിയുള്ള ഈ കാലഘട്ടത്തില് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 24/7 ആണ്. അതായത് 24 മണിക്കൂറും നമുക്ക് ഈ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ലേ? പലർക്കും പ്രശ്നം എന്താണ്? ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു വർക്ക് നമ്മുടെ മറ്റുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വൈകുന്നേരം അല്ലേ? ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മുടെ അപ്ലൈൻ വിളിക്കണം അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാല് വൈകുന്നേരം ഒരു ഇറക്കം ഇറങ്ങും. ഈ മറ്റേ ചിട്ടിപ്പിരിവുകാർ ഇറങ്ങില്ലേ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ചിട്ടിയുടെ പിരിവിന് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാര് പൈസ കൊടുത്തിട്ട്. എന്നിട്ട് ഈ പലിശ മേടിക്കാൻ ഇറങ്ങുന്നവര് ഒന്നീ ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം അവർ ഒരു വണ്ടിയും കൊണ്ട് ഇറങ്ങും. പ്രിയമുള്ളവരെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് അങ്ങനെ ചെയ്യേണ്ട ഒരു ജോലിയാണോ? നമ്മുടെ ജോബിനെ നമ്മൾ അത്രയും ഗൗരവത്തോടെ കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രോപ്പർ ഷെഡ്യൂൾ വേണം. അതിന് വേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഐഡിയ കിട്ടിയല്ലോ. കോൾ ഷെഡ്യൂളുകളിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം 9 to 5 ജോബിലല്ല നമ്മൾ ഈ കോൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വിളിക്കുന്നവർ എവിടെയുള്ളവരാണ്? അവര് ടെലി മാർക്കറ്റിംഗ് ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ സപ്പോർട്ട് കൊടുക്കുന്നവരാകാം, ഇല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു സ്ഥാപനത്തിന്റെ അണ്ടറിൽ 9 to 5 സാലറീഡ് ആയിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾ ഇത് എവിടെ വേണേലും അന്വേഷിച്ചോ. കാരണം 9:30-ക്ക് ശേഷം 10 മണിക്ക് ശേഷം വളരെ ഉത്സാഹത്തോടെയുള്ള ഒരു കോൾ വരും നമുക്ക്. ഇല്ലേ? ഏതെങ്കിലും കമ്പനികള് അത് ചില കമ്മിറ്റ്മെന്റുകളുടെ പേരിലായിരിക്കും അവര് വിളിക്കുന്നത്. ചിലപ്പോ നമ്മുടെ ലോൺ റിക്കവറിയോട് ബന്ധപ്പെട്ടായിരിക്കാം. അല്ലെങ്കിൽ ഇഎംഐ അടയ്ക്കുന്നതോട് ബന്ധപ്പെട്ടാകാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റംസ് നമുക്ക് പരിചയപ്പെടുത്തുന്നതോട് ബന്ധപ്പെട്ടായിരിക്കാം. അവരെ സംബന്ധിച്ച് അവർക്ക് 9:30-ക്ക് ശേഷം ആ കോൾ ചെയ്താൽ മതി. പക്ഷെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 9 to 5 സാലറീഡ് ആയിട്ടുള്ള ഒരു ജോബ് എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും 9:30-ക്കല്ല വിളിക്കുക. ഹലോ? അയാൾ 9:30-ക്കല്ല വിളിക്കുക. മറിച്ച് എന്ത് ചെയ്യും? കസ്റ്റമറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് കോൾ ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പകരം നമ്മള് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ തന്നെ ഓരോന്നും നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് അനാലിസിസ് ചെയ്യുക കേട്ടോ. എങ്കിലേ നമുക്കത് ക്ലിയർ ആവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും ചെയ്യുക ഈ 9 to 5 ജോബിന്റെ അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കുന്ന കസ്റ്റമേഴ്സിലേക്ക്, ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഒരിക്കലും ഇത് കൃത്യമായിട്ട് എത്തിക്കാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സമയത്തിനനുസരിച്ചല്ല, കസ്റ്റമറിന്റെ സമയമനുസരിച്ച് വിളിക്കണം എന്നൊരു ആശയം നമുക്ക് ഉൾക്കൊണ്ട് ട്രാൻസ്ഫോം ചെയ്തേ പറ്റൂ. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് മേക്ക് എ കോൾ പ്രോസ്പെക്ടസ് ആണ്. എന്താണ് കോൾ പ്രോസ്പെക്ടസ്? നമുക്ക് ഒരു കൃത്യമായ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ഒരു കോളിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കയ്യിലുണ്ടാവണം. നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ കല്യാണം വിളിച്ചിട്ടുണ്ടാവും അല്ലെ? കല്യാണക്കുറിയൊക്കെ റെഡിയാക്കിയിട്ട് കല്യാണം വിളിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ചെന്ന് നമ്മുടെ ഇവിടെ കാറ്ററിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കല്യാണത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെയാണ് നമ്മൾ ആദ്യം കല്യാണം വിളിക്കുക. നമുക്ക് അതിനൊരു ഷെഡ്യൂളിംഗ് രീതി ഉണ്ടാവും അല്ലെ? ആ ആയിട്ട് നിൽക്കുന്ന റിലേറ്റീവ്സ് അവരെ ഫസ്റ്റ് നമ്മൾ വിളിക്കുന്നു. ദെൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കൊളീഗ്സ് എന്ന് പറയും അല്ലെ? അതിനുശേഷം ഡിസ്റ്റന്റ് റിലേറ്റീവ്സിനെ വിളിക്കുന്നു. ദെൻ നമ്മുടെ നാട്ടുകാരെ വിളിക്കുന്നു. ഇതിന് ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാവും. ഇത് നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ ലിസ്റ്റ് എഴുതി തയ്യാറാക്കും. എന്നിട്ട് അതിൽ നിന്ന് പിക്ക് ചെയ്യും. ആരെയൊക്കെ വിളിക്കണം, ഒരു വീട്ടിൽ നിന്ന് എത്ര പേര് വരാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഏകദേശം നമ്മളൊരു കാറ്ററിംഗിന് എണ്ണം കൊടുക്കുക. നമ്മൾ ഇവിടുത്തെ ഈ ബിസിനസിന് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ലിസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. മാത്സ് എന്നൊരു വിഷയം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം നോക്കുന്നത് മാത്സ് ടീച്ചേഴ്സിന് എത്ര പേർക്ക് പരിചയമുണ്ടെന്നാണ്. അതാണോ ചെയ്യേണ്ടത്? മാത്സ് ടീച്ചേഴ്സിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവരൊക്കെ എൻഡ് യൂസേഴ്സ് ആണ്. അവര് കസ്റ്റമേഴ്സ് ആണ്. അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസ് ഒക്കെ കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കോൾ ഷെഡ്യൂളിംഗ് അത് വലിയൊരു ടോപ്പിക്കാണ്. നമ്മളത് വിശദമായിട്ട് എടുക്കും. കോൾ ഷെഡ്യൂളിനെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കൃത്യമായ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം ഫീൽഡിലേക്ക് ഇറങ്ങാം. ഈ നാട്ടിൻപുറത്തൊക്കെ ചില ആട് ഇല തിന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? പുല്ല് തിന്ന് പോവുകയും ചെയ്യും. ഇത് മുഴുവനായിട്ട് തിന്ന് തീർക്കുകയില്ല. ഇതിന് ഇഷ്ടമുള്ളത് കഴിച്ച് പോവുകയും ചെയ്യും. ചില ആളുകൾ ഈ ഫോൺ വിളിക്കുന്നത് അതുപോലെ.
നമ്മുടെ ഫോൺ ഒറ്റ സ്ക്രോൾ ചെയ്തിട്ട് അതിൽ നിന്ന് 2, 3 നമ്പർ എടുത്തിട്ട് ബാ സാറേ നമുക്ക് പോയി കാണാന്ന് പറഞ്ഞ് പോകും. നിങ്ങളുടെ അപ്ലൈന്റെ സമയം വേസ്റ്റ് ആണ്. നിങ്ങളുടെ സമയം വേസ്റ്റ് ആണ്. ആ പാവം കസ്റ്റമറിന്റെ ടൈം വേസ്റ്റ് ആണ്. ഒരിക്കലും അങ്ങനെ ആരും ഉപദ്രവിക്കരുത്. നമ്മുടെ ലിസ്റ്റിൽ കൃത്യമായ ഒരു ടാർഗറ്റ് വേണം. നമ്മുടെ കസ്റ്റമറിന്റെ പെയിൻ പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ കസ്റ്റമറിനെ കണ്ടെത്താൻ കഴിയും. ഒരു കസ്റ്റമറിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ കസ്റ്റമറിന്റെ ആവശ്യം, നീഡ് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലിസ്റ്റ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് ഇത് യഥാർത്ഥത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓരോരുത്തരുടെ ഫോണിൽ ശരാശരി 100ന് മേലെ അല്ലെങ്കിൽ 200, 300 നമ്പർ മിനിമം കോൺടാക്ട് ലിസ്റ്റിലുണ്ടാവും. അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഓർക്കുക, നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിന് നിങ്ങളെ ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളൊക്കെ ഡിപ്പെൻഡബിൾ ആണ്. മിനിമം 100 നമ്പറെങ്കിലും നമ്മുടെ ഫോണിൽ വേണം. ഈവൻ ഒരു ഒരു സിം എടുക്കുമ്പോഴെങ്കിലും അതിനകത്ത് ഒരു ബൈ ഡിഫോൾട്ട് ആയിട്ട് 4 നമ്പേഴ്സ് കൊടുക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഒന്ന് എമർജൻസി നമ്പർ, ഒന്ന് പോലീസ് കോൺടാക്ട്, അങ്ങനെ 3, 4 നമ്പേഴ്സ് ഉണ്ടാവും. ഒരു കമ്പനി പോലും 4 കോൺടാക്ട് തന്നിട്ടാണ് നമുക്ക് ആ സിം തരുന്നത്. ആ സിമ്മിനെ നമുക്ക് 100 നമ്പറിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താലേ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അല്ലേ? നിങ്ങളുടെ ഫോൺ ലിസ്റ്റിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നല്ല നമ്പേഴ്സ് കിട്ടും. ഇനി അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യുക. ആദ്യം ആരെ പോയി കാണണം. അതിനുശേഷം അവരെ ഓക്കെ അല്ലെങ്കിൽ ആരെ കാണണം. ഇങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ ഒരു കോൾ പ്രോസ്പെക്ടസ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ വിളിക്കുന്ന ടൈമിംഗ് ആണ്. അതിനുള്ള ഡോണ്ട് ബി എൻതൂസിയാസ്റ്റിക് എന്നാണ്. എന്താണ്? ഭയങ്കര ഉത്സാഹത്തോടു കൂടി കുറെ പേരെ നമ്മൾ വിളിക്കും. സാധാരണ ഇങ്ങനെ ഒരു ആശയത്തെ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആശയം കിട്ടി നമുക്കിത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ യൂറിക പോലെയാണ്. ഓക്കെ. നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് കുറെ പേരെ അറിയിക്കണമെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? കുറേ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ കുറേ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കും. അവര് പറയും, "എന്റെ പൊന്നു മോനെ, ഈ പരിപാടിയൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാ." ഡയറക്ട് സെല്ലിങ്. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരാളെ പേഴ്സണലി ഞാൻ വിളിച്ച് സംസാരിച്ചു. അവരെ വിളിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. വിളിച്ചിട്ട് പറഞ്ഞു, ആഹ് വൈഫ് പറഞ്ഞു, "ഇത് MLM പരിപാടിയാണ്. ഇതിന് പോകണ്ടാന്ന്." സീ, ആളുകളുടെ കാഴ്ചപ്പാട് എത്രത്തോളം മനസ്സിലാക്കാതെ സംസാരിച്ചു എന്നതിന്റെ പ്രശ്നമാണത്. കാരണം ഞാൻ സംസാരിച്ച വ്യക്തിയോട് കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നു. ഈ വ്യക്തി ചെന്ന് അദ്ദേഹം വൈഫിനോട് പറഞ്ഞപ്പം വൈഫിന് മനസ്സിലായത്, കാരണം വൈഫ് ഏതോ പരിപാടി ചെയ്ത് ഈ 2 പേരെ ചേർത്തിട്ട് പണി കിട്ടിയിട്ടിരിക്കുന്ന ആളാണ്. ഈ സിറ്റുവേഷനിൽ എന്ത് പറ്റും? അവര് നേരെ പറയുന്നത്, "ഇത് MLM ആണ് ചേട്ടാ, പോകരുത്." അതുവരെ മനസ്സിലാക്കിയ ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് നിന്നയാൾ ഒറ്റ വാക്കിൽ തീർന്നു. അപ്പൊ അവരോട് നമ്മൾ ഇത് എങ്ങനെ അവതരിപ്പിക്കണമായിരുന്നു? അതാണ് സെക്കൻഡ് പോയിന്റ്. ചേഞ്ച് യുവർ പാറ്റേൺ. നമ്മൾ ഇന്ന് വരെ സംസാരിച്ച രീതിയിൽ ഒരു ടോട്ടാലിറ്റി മാറണം. ഇതിനകത്ത് 3 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ പാറ്റേൺ ചേഞ്ച് ചെയ്യണം. പൊതുവേ നമ്മൾ എല്ലാ ബിസിനസ്സിലും, പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിൽ എല്ലാ മീറ്റിംഗിലും കാണുന്ന ഒരു രീതിയുണ്ട്. അത് ആരുടെയും കുഴപ്പമല്ല. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവന്നിരിക്കുന്ന കമ്പനി പ്രൊഫൈലിംഗ് ബ്രോഷറുകളുണ്ട്. അഥവാ അവരുപയോഗിക്കുന്ന ബുക്ക്ലെറ്റുകൾ, അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രോഷർ ഉണ്ടാവും. 10ഓ 15ഓ പേജുള്ളത്. പണ്ട് തൊട്ടേ നമ്മൾ കാണുന്ന ഒരു പാറ്റേണും അത് തന്നെയാണ്. ഒരു സാധാരണ ഒരു നോ ഒരു 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 ബുക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണ്. ഓക്കെ. ഒരു സ്കൂളിൽ പഠിക്കുന്ന ബുക്കോ അല്ലെങ്കിൽ എഴുത്ത് നല്ല റൈറ്റേഴ്സിന്റെ ബുക്കോ, ഇനി ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിയാൽ ആ ബുക്കിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അല്ലേ? അകത്തെ, അതായത് മെയിൻ ചട്ട മാറ്റുക, മെയിൻ ബൈൻഡ് മാറ്റിയിട്ട് ഫസ്റ്റ് പേജ് ഓപ്പൺ ആയി വരുന്ന പേജിൽ എന്തായിരിക്കും കാണുക? ആ ബുക്കിന്റെ ഒരു ടൈറ്റിൽ എഴുതിയ ഒരു ഷീറ്റ് കാണും അല്ലേ? അതിന്റെ ഓഥർ ആരാണ്, അതിന്റെ താഴെ പബ്ലിക്കേഷൻ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിമ്പിൾ പേജ്. ഇത് മറിച്ചുകൊണ്ട് ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം കാണും. അതായത് ആ ബുക്കിന്റെ ഉള്ളടക്കം. അത് 1, 2, 3 എന്നും പറഞ്ഞ് ഓരോ ചാപ്റ്റർ എഴുതിയിട്ടുണ്ടാവും. സൈഡിൽ അതിന്റെ പേജ് നമ്പറും ഉണ്ടാവും. ഇത് കഴിഞ്ഞ് മറിക്കുമ്പം ഇൻട്രൊഡക്ഷൻ ആണ്. അല്ലേ? അതിനുശേഷം ഫസ്റ്റ് ചാപ്റ്റർ കയറുന്നു. അതിനുശേഷം അതിന്റെ കണ്ടന്റ് ലാസ്റ്റ് വരുന്നത് സമ്മറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കാലാകാലങ്ങളായിട്ട് എല്ലാ ബുക്കുകൾക്കും ഒരു പാറ്റേൺ ഉണ്ട്. നമ്മുടെ കമ്പനികളുടെ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെയും ബുക്കിന്റെ ഒരു പാറ്റേൺ ഇതുപോലെ ഉണ്ടാവും അല്ലേ? ഫസ്റ്റ് പേജ് ഓപ്പൺ ആക്കി വേണ്ട പ്രൊഡക്റ്റ് ആണോ കാണുന്നത്? അല്ല. ആദ്യം ആ കമ്പനിയുടെ ആശയം എന്താണ്? അതായത് കമ്പനിയുടെ മിഷൻ ആൻഡ് വിഷൻ ആയിരിക്കും പരിചയപ്പെടുത്തുക. അല്ലെങ്കിൽ അതിന്റെ കമ്പനിയുടെ മാനേജ്മെന്റ് ആരാണെന്ന് കാണും. അതിനുശേഷം ആ കമ്പനിയുടെ മിഷൻ ആൻഡ് വിഷൻ പറയുന്നു. ദെൻ അതിന്റെ തൊട്ട് പുറകെ ആയിരിക്കാം കമ്പനിയിലെ ഓരോരുത്തരുടെയും അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ അവർ എന്ത് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? പതിയെ പ്രൊഡക്റ്റിലേക്ക് കയറും. പ്രൊഡക്റ്റും പറഞ്ഞ് അതിന് ശേഷം പ്രൊഡക്റ്റിന്റെ നമ്മുടെ ബിസിനസ് പ്ലാനിലേക്ക് വരുന്നു.
അതിനുശേഷം അതിന്റെ എൻഡിൽ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, ദെൻ യാത്രകളെ, വില്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ബ്രോഷറിൽ കൊടുക്കുക. അതാണ് അതിന്റെ പാറ്റേൺ. വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കരുത്. ഹലോ? ഇത് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒരു കാലഘട്ടത്തില് നമ്മളൊരു ബിസിനസിനെ പരിചയപ്പെടുത്തുമ്പം അതിന്റെ ഹൈപ്പ് ക്രിയേറ്റ് ആകാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുക കമ്പനി മാനേജ്മെന്റ് എത്ര സ്ട്രോങ് ആണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കും, അല്ലേ? കാരണം കമ്പനി നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ചേക്കുന്നത് കമ്പനി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ആ ബിസിനസ് മറ്റൊരാൾ ഏറ്റെടുക്കൂ എന്നൊരു ആശയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതൊരു പാസ്റ്റ് ടെൻസിലാണ് ഞാൻ പറയുന്നത്. അത് മാറി. ഇന്ന് ആളുകളുടെ പ്രശ്നം അവരുടെ പെയിൻ പോയിന്റിനെ മീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ, ഒരു സൊല്യൂഷൻ ആയിട്ടാണോ എനിക്ക് ഈ പ്രോജക്റ്റിനെ കിട്ടിയിരിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് അവരുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനുശേഷം ഇതിന്റെ ബാക്കി പുറകിലേക്ക് മാറ്റാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇതാണ്. നമ്മളുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മുടെ തന്നെ എടുക്കാം. സാൻഡ്ബോക്സിന്റെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുമ്പം സാൻഡ്ബോക്സിന്റെ മാനേജ്മെന്റ് സ്ട്രോങ് ആണ്. സാൻഡ്ബോക്സിന്റെ ചെയർമാൻ നമുക്കറിയാം, ബഹുമാനപ്പെട്ട നമ്മുടെ ഉബൈസ് സാറ്. അതുപോലെ സാറിനോടൊപ്പം നമ്മൾ നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റം, കമ്പനിയുടെ ഓഫീസ് ഇവിടെയാണ്. ഇതൊക്കെ ജെന്യുവിൻ കാര്യങ്ങളാണ്, അല്ലേ? ഇത് ഉറപ്പായിട്ടും ഒരു ബിസിനസ്സിൽ ഇന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു കമ്പനിക്കും ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവരുടെ മുമ്പിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് മാനേജ്മെന്റിന്റെ സ്ട്രോങ്നെസ് അല്ല. അത് കൊടുക്കാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും നമ്മൾ ഇത് പറഞ്ഞു തരുമ്പോൾ അവർ ചോദിക്കും. നമ്മൾ സാധാരണ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളൊരു നല്ല രുചിയുള്ള ഒരു പഴം കഴിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ കൊണ്ട് തന്നതായിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സ്വീറ്റ് നിങ്ങൾ കഴിക്കുകയാണ്. ഒരു ബേക്കറി ഐറ്റം. ഇത് കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കുക എന്തായിരിക്കും? ഇത് എവിടുന്ന് വാങ്ങിയെന്നാണ്, അല്ലേ? ഒരു പുതിയ സാധനം നിങ്ങൾ ഇന്ന് വരെ കഴിക്കാത്ത ഒരു വസ്തു ആദ്യം കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചോദിക്കും ഇത് എവിടുന്ന് വാങ്ങി? അതോടൊപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഇതിന്റെ പേര്? സോ നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ ആ ഫ്രൂട്ട്നെസ്, ആ സ്വീറ്റ്നെസ് അറിയുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും അതിന്റെ സോഴ്സും അതിന്റെ ജെന്യുനിറ്റിയും അവർ അന്വേഷിക്കും. പകരം ഇങ്ങനെ ചിന്തിക്കുക, ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണ് നിങ്ങൾ കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ അത് അപ്പോഴേ കളയും. അല്ലെങ്കിൽ ചോദിക്കും ഇത് എവിടുന്ന് വാങ്ങിയടാന്ന് ചോദിക്കും. അപ്പോഴും ചോദിക്കും അല്ലേ ഇത് എവിടുന്നാ വാങ്ങിയെന്ന്. സോഴ്സ് അവിടെ നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന സാധനം, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനെ ആ കസ്റ്റമറിന്റെ ഒരു പെയിൻ പോയിന്റിനെ സോൾവ് ചെയ്യണം. അപ്പൊ നമ്മളുടെ പ്രസന്റേഷൻ സ്റ്റൈൽ ടോട്ടലി മാറി, ഇല്ലേ? അതായത് അവരുടെ കുട്ടിക്കോ അവർക്കോ അത് പ്രയോജനം ചെയ്യണം. ഡയറക്റ്റ് സെല്ലിംഗ് പൊതുവെ 2 കൂട്ടരായിരിക്കുമല്ലോ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് അതിന്റെ എൻഡ് യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ഇതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് വരുന്ന നെറ്റ്വർക്കേഴ്സ്. ഈ 2 കൂട്ടർക്കും ഇവിടെ ഒരു പെയിൻ പോയിന്റ് സോൾവിംഗ് ഉണ്ട്. എന്താണ്? കുട്ടികളുടെ കേസിലാണെങ്കിൽ ഇവിടെ നമുക്കറിയാം കുട്ടികളുടെ നോൺ സ്കൂളിംഗ് എഡ്യൂക്കേഷന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്. നോൺ സ്കൂളിംഗ് എഡ്യൂക്കേഷന് പുതിയൊരു ഗേറ്റ് വേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. രണ്ടാമത്തെ സംഗതി നമുക്കറിയാം, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന മാട്രിക്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ മാത്സിന്റെ പ്രോബ്ലം സോൾവർ ആണ്. മൂന്നാമത് നമുക്കറിയാം CBSE ലെവലിലുള്ള ക്വാളിറ്റി ഉള്ള ക്ലാസ് റെഗുലർ എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് പാരലായിട്ട് തന്നെ ഒരു കുട്ടിക്ക് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷൻ. 4, ഈ വർഷം നിങ്ങൾക്കറിയാം നീറ്റ് എക്സാം 13 ലക്ഷം പേരാണ് എഴുതുന്നത്. സോറി, JEE നീറ്റ് എക്സാം അതിന്റെ മേലെയായിരുന്നു. അതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടിരുന്നു. നമ്മുടെ അല്ല, ഒരു വെബ്സൈറ്റിൽ ഞാൻ വായിച്ചിരുന്നു. അത്രയും കുട്ടികൾ എഴുതുന്ന കുട്ടികൾ എത്ര പേര് വിജയിക്കുന്നുണ്ട്? നമ്മുടെ മുമ്പിലേക്ക് ഇത്രയും കുട്ടികൾ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്രയും വേക്കൻസി നമ്മുടെ പ്രൊഡക്റ്റിനോട് കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. എന്നിട്ട് നമ്മൾ അയൽപ്പക്കത്ത് തപ്പി നടക്കുക ഇങ്ങനെ ആരെങ്കിലും പരീക്ഷ എഴുതുന്നുണ്ടോ എന്ന് അന്വേഷിച്ച്. ഇതിന്റെ സാധ്യത നമുക്ക് മനസ്സിലാക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഒരു അവസരം ഈ പ്രൊഡക്റ്റിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന വ്യക്തി നേരത്തെ പറഞ്ഞ ആ ബേക്കറി സ്വീറ്റ് പോലെ ഇത് ആദ്യം രുചിച്ചു നോക്കുമ്പോൾ അവരാദ്യം ചോദിക്കുക ഇത് ഏത് കമ്പനിയാണ്? കണ്ടോ? അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ പേര് അവിടെ റിവീലായി. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന രീതികൾ മാറി തുടങ്ങി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അതിനുശേഷം ഈ കമ്പനി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഡെഫിനറ്റ്ലി ആ കമ്പനിയുടെ ഓഫീസും കാര്യങ്ങളും നമ്മൾ റിവീൽ ചെയ്തിരിക്കണം. പക്ഷെ പറയുന്ന പാറ്റേൺ, അതാണ് ഞാൻ പറയുന്നത്, പറയുന്ന പാറ്റേൺ മാറി, അല്ലേ? പണ്ട് നമ്മളൊക്കെ പലരും ഡയറക്ട് സെല്ലിംഗ് ഒരുപാട് കമ്പനികളുടെ ആശയങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുള്ളൂ ഞാൻ പറയാണ്. ചെന്ന് കയറുമ്പോഴേ നമുക്കറിയാം ഒരു ഉറപ്പും ഇല്ലായിരിക്കും.
എന്നാലും ഒരു ചിരിയൊക്കെ മുഖത്ത് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ പതിയെ കയറി അങ്ങോട്ട് ഇരിക്കും അല്ലേ? അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് എന്തിനു വന്നാ? അത് പറയാം, ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് വന്നാന്ന് പറയും അല്ലേ? ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും സംഗതി ഈ പറയുന്ന ആളെ ചേർക്കുന്ന പരിപാടിയാ. അപ്പോഴേ അവര് പകുതി നെഗറ്റീവായി. പതിയെ നമ്മൾ നമ്മുടെ ബ്രോഷറൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊരു കമ്പനിയാണ്. 950 തുടങ്ങിയ കമ്പനിയാണ്. 950, 60 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തിലുള്ള ആളുകളൊക്കെ ഇന്ന ഇന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് കഥ പറയുകയാണ് കുറെ. ഇത് പറഞ്ഞ് പറഞ്ഞ് വരുമ്പോ തന്നെ ഈ ഒരു സിനിമയിൽ പറഞ്ഞത് "നീ പൊട്ടിക്കുന്നുണ്ടേ പൊട്ടിക്ക്" എന്ന് പറയുന്ന പോലെ ആൾക്കാരിങ്ങനെ ഓങ്ങി നിൽക്കുകയാണ്. എന്താണ് പ്രൊഡക്റ്റ്? എന്താണ് ഇതിന്റെ സ്ട്രാറ്റജി? ഇത് കുറെ കഴിയുമ്പഴത്തേക്ക് ആളുകളുടെ രീതി മാറും. ഇത് കേട്ടുകൊണ്ടിരുന്ന രീതി മാറും. അല്ലേ? കുറെ കഴിയുമ്പഴത്തേക്ക് അവരങ്ങോട്ട് മടുപ്പ് അനുഭവിക്കാൻ തുടങ്ങും. അപ്പോഴേക്കുമാണ് നമ്മൾ നമ്മുടെ പ്ലാനും ആ പ്രൊഡക്റ്റും ഒക്കെ മുമ്പിലേക്ക് കൊടുക്കുന്നെ. അപ്പോഴേക്ക് അവരുടെ കസ്റ്റമർ അറ്റൻഷൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കോൾ പ്ലാനില് നമ്മുടെ പാറ്റേൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കസ്റ്റമറിനെ കണ്ടതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. കസ്റ്റമറെ കണ്ട് അവരോട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് കോൾ ഷെഡ്യൂളിങ്ങിൽ വരുന്നത്. നമ്മൾ ഇവരോട് ആദ്യം പ്ലാൻ ചെയ്യേണ്ടത് സ്പോട്ട് യുവർ ടൈം എന്നുള്ളതാണ്. സ്പോട്ട് യുവർ ടൈം. നമ്മൾ അവരുമായിട്ടൊരു ടൈം ഫിക്സിങ് കറക്റ്റ് ആയിരിക്കണം. ചിലരെ ഫോണിൽ വിളിച്ചിട്ട് ഈ ബിസിനസ് പറയാൻ നിൽക്കും. ഒരിക്കലും നിൽക്കരുത്. കാരണം വെച്ചാൽ ബിസിനസ് പറയുന്നതിന് അതിനുള്ള സമയമാണോ, അവരുടെ അവൈലബിലിറ്റി നമ്മൾ മേക്ക് ഷുവർ ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും, "എടാ" കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ പറയും, "ഞാനേ കുറച്ച് തിരക്കാ. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ?" എന്ന് പറഞ്ഞ് ആ കോള് ഡ്രോപ്പ് ചെയ്യും. കാരണം അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ അവരോട് ആദ്യമേ അവരോട് ഒരു ടൈം പറയുക. വിളിക്കുന്ന പരിചയമുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും പറയാം. "ഒരു 2 മിനിറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ" എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഞാനൊരു 3 മിനിറ്റും 15 സെക്കൻഡും എടുത്തോട്ടെ എന്ന് ചോദിക്കാം. ഒരു ടൈം ഫിക്സേഷൻ അവിടെ ചെയ്യുകയാണ് നമ്മൾ. അതായത് അയാളോട് നമ്മൾ അയാളുടെ ടൈമിൽ നിന്ന് 3 മിനിറ്റ് 15 സെക്കൻഡ് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി ആ ചോദ്യം സാധാരണ ആൾക്കാർ ചോദിക്കുമോ? നമ്മൾ എത്ര പരിചയമുള്ളവരാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു സമയം നിങ്ങളൊന്ന് ശീലിച്ചു നോക്കിയേ. കസ്റ്റമറിന് നമ്മുടെ അടുത്തൊരു എന്താ പറയണ്ടേ, ഒരു പ്ലീസിങ് മൈൻഡ് ആയിട്ട് വരും. ലൈക്ക് നമ്മൾ പറയുന്ന കാര്യത്തെ കേൾക്കാൻ അവർ തയ്യാറാകും. കാരണം 2 മിനിറ്റേ നമ്മൾ എടുക്കുള്ളൂ എന്നുള്ളത് കൺഫേം ചെയ്തു. ഇനി ചിന്തിക്കേണ്ട കാര്യം 2 മിനിറ്റ് പറഞ്ഞിട്ട് 3 മിനിറ്റ് എടുക്കരുത് കേട്ടോ. 2 മിനിറ്റ് പറഞ്ഞാൽ 2 മിനിറ്റേ എടുക്കാവുള്ളൂ. ആ 2 മിനിറ്റിൽ അത് കവറപ്പ് ചെയ്യണം. രണ്ടാമത്തെ സംഗതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോണ്ട് മേക്ക് എ ഹൈപ്പ് ടു അബൌട്ട് ദ കമ്പനി. നമ്മളൊരു കമ്പനിയെ കുറിച്ച് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ കമ്പനിയുടെ ഹൈപ്പ്നെസ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇപ്പൊ നമുക്കറിയാം, മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കളക്ഷൻ ടിക്കറ്റിൽ അഡ്വാൻസ് ബുക്കിംഗ് കിട്ടിയ ഒരു സിനിമ ഇറങ്ങാൻ ഇനി 24 മണിക്കൂറേ ഉള്ളൂ അല്ലേ? എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ. ഈ സിനിമയുടെ ഹൈപ്പ് ഓൾറെഡി ആ സിനിമ ഇറങ്ങിയിട്ടല്ല ഉണ്ടായിരിക്കുന്നത്. ചാനൽ ചർച്ചകളിലും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അത് ഏറ്റെടുത്തു. എന്തുകൊണ്ടാണ്? ആ ഹൈപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാരണം അതിന്റെ അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ ഒരു കസ്റ്റമറിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് കയ്യിൽ എത്താതെ നമ്മൾ എത്ര ഹൈപ്പ് കൊടുത്തിട്ടും കാര്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്രൊഡക്റ്റിന്റെ സ്വീറ്റ്നെസ് അറിയാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കൊടുക്കുന്ന ഹൈപ്പിലേക്ക് അത് തന്നെ വരും. അല്ലെങ്കിൽ അത് അവർ ചോദിച്ചറിയുന്ന കാര്യമാണ്. സോ ഈ ഒരു കാര്യത്തിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമറിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുക. ഫസ്റ്റ് ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം അവരോട് പറയേണ്ടത് ഒരു സാധാരണ രീതിയിൽ വളരെ ജെന്യുവൻ ആയിട്ട് ഒരുപാട് എക്സൈറ്റ്മെന്റ് കൊടുക്കാതെ ഒരു സാധാരണ രീതിയിൽ അവരോട് പറയുക, നിങ്ങൾ അവൈലബിൾ ആണ്, 2 മിനിറ്റ് സംസാരിക്കാൻ, ഒരു 3 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പൊ അവർ ചോദിക്കും എന്താണ് കാര്യം എന്ന് ചോദിക്കും അല്ലേ? അപ്പൊ അവരോട് പറയണം ഏതാണ് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തോടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്പിനോട് ബന്ധപ്പെട്ടാണ് എനിക്ക് പറയേണ്ടത്. പക്ഷെ അത് ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. ഒരു അവൈലബിൾ ആവുന്ന സമയം പറയാമെങ്കിൽ, ഒരു അപ്പോയിന്റ്മെന്റ് തരാമെങ്കിൽ ഞാൻ വിളിക്കാം. ഇതാണ് ഇതിന്റെ പാറ്റേൺ. ഇത് രീതി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വരുന്ന മെയിൻ കോളുകൾ, പല കമ്പനികളുടെയും മെയിൻ മാർക്കറ്റിംഗ് കോളുകൾ വരുമ്പോൾ അവര് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാനായിരിക്കും ഫസ്റ്റ് കോൾ ചെയ്യുക. ഹലോ? നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാനായിരിക്കും ഫസ്റ്റ് കോൾ ചെയ്യുക. ഈ കോളിൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ, അതായത് CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന പോലെ, കസ്റ്റമർ നിങ്ങളെ കേൾക്കാനുള്ള ഒരു അവൈലബിലിറ്റി നിങ്ങൾക്ക് തന്നു. നമ്മൾ ഒരാളെ വിളിച്ച് സാർ നിങ്ങളുടെ ഒരു അപ്പോയിന്റ്മെന്റ് തരാമോ എന്ന് ചോദിച്ചാൽ ആ ഒരു എന്താ പറയണ്ടേ, ഒരു എസ്റ്റീം ഫീൽ നമുക്കാണ് ഉണ്ടാവുക അല്ലേ? ഇപ്പൊ എന്നെ വിളിച്ച ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഓക്കെ, അയാൾക്ക് ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു പ്രിവിലേജ് കിട്ടി. സോ അയാളുടെ നെക്സ്റ്റ് കോൾ വരുമ്പോൾ നമ്മൾ ആ കോൾ എടുക്കും. അതൊരു സൈക്കോളജിയാണ്. ഇതേപോലെ നമ്മൾ ഒരാളുടെ കോൾ ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം ആ സമയത്ത് അയാൾക്ക് നമ്മളൊരു അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ, അല്ലെങ്കിൽ അയാളുടെ ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ വാങ്ങിയാൽ ഡെഫിനറ്റ്ലി ഹി വിൽ വെയിറ്റ് ഫോർ അസ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആളുടെ മുമ്പിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ
ആ ഒരു ടൈം അനുസരിച്ച് പറയണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ പ്രത്യേകിച്ച് കുട്ടികളുടെ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട് പേരൻസ് ആയിരിക്കുന്നവരാകട്ടെ, നമുക്കറിയാവുന്നവരായിരിക്കട്ടെ, അവരെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട് സാറേ. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടി പഠിക്കുകയാണോ? കണ്ടോ? ഒരു റിയാലിറ്റി ടോക്കിലേക്ക് പോവുക. വെറുതെ കുറെ ഹൈപ്പ് കൊടുത്ത് നിങ്ങളുടെ ജീവിതം മാറും, 10, 16 ലക്ഷം ഒരു മാസം ഉണ്ടാക്കാം ഇല്ലേ, അങ്ങനത്തെ എന്തിനാണ് ഒരു ഹൈപ്പ്? അത് ആസ് യൂഷ്വൽ അവരുടെ ബിസിനസ് ടീം ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് ഉറപ്പായിട്ടും അവരിലേക്ക് വരും. നമ്മൾ പറയില്ലേ, ₹100 10 നോട്ട് ചേർത്ത് വെച്ചാൽ അത് ₹1000 തന്നെയാ. അത് ആർക്കും മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞാല് ടീം ബിൽഡിങ്ങിൽ അവർക്ക് കിട്ടാവുന്ന അച്ചീവ്മെന്റ്സുകളെ ആദ്യം മൈൽസ്റ്റോൺ ആയിട്ട് കൊടുക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത് ചേഞ്ച് അവർ പാറ്റേൺ എന്ന് പറഞ്ഞത്. പുതിയ രീതി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് നമ്മള് ജെന്യുയിൻ ആൻഡ് റിയാലിറ്റിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ആ കസ്റ്റമറുടെ അടുത്ത് ദേ ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? നിങ്ങളുടെ കുട്ടി ഇപ്പൊ ഏത് ക്ലാസ്സിലാ? നമ്മൾ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് സാറേ. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഒരു കമ്പനി ഒരു വളരെ ഗ്ലോബലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. ഇന്ന് എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിനകത്തൊരു ആപ്പ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സർജറി നടക്കുന്ന പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കൃത്യമായിട്ട് അവരുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കുക. അപ്പോഴേക്കും താനേ വരും ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട്. അയ്യോ! എന്റെ മോന് ഇതെന്റെ ഇന്ന വിഷയം ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളാണെ അവനൊരു ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ ദേ അവൻ 9ന്ന് 10ലോട്ട് കേറുക. കളിയെല്ലാം മാറ്റി വെച്ചിട്ട് പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫുൾ ടൈം ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ? കുറെ കാര്യങ്ങൾ നമുക്കിവിടെ കുറെ ഇൻഫർമേഷൻസ് കിട്ടി. ഈ ഇൻഫർമേഷൻ അനുസരിച്ച് ആ കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം നമുക്ക് പറഞ്ഞു കൊടുക്കാം. കുട്ടികളുടെ കയ്യിന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ടുള്ള ഒരു പുതിയ യുഗമൊന്നും ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. അതിനോടൊപ്പം ജീവിക്കുന്ന കുട്ടികളെ എങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് ലീഡ് ചെയ്യാം എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് കുട്ടികളുടെ കേസിൽ ഇങ്ങനൊരു പെയിൻ പോയിന്റ് സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ്ലി ദേ വിൽ മേക്ക് എ സീറ്റ് ഫോർ യു, ദേ വിൽ മേക്ക് എ കോഫി ഫോർ യു. നിങ്ങൾക്കുള്ള ഒരു കസേരയും ഒരു കാപ്പിയും അവിടെ റെഡി ആയിരിക്കും. കാരണം എന്താ? നിങ്ങളോട് സംസാരിക്കാൻ അവർ വില്ലിങ്. ഇനി അവരുടെ മുമ്പിലേക്ക് ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കണം. അല്ലേ? അതിന്റെ പ്ലാൻ പ്രസന്റേഷൻസ് ഒക്കെ നമുക്ക് ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി നമുക്ക് നമ്മുടെ കമ്പനിയിൽ അതിനുള്ള പ്രോജക്റ്റ് ഓൾറെഡി റെഡിയാണ്. അതിന്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെ പറയാം? ഏത് ടൈപ്പ് കസ്റ്റമറിനോട് എങ്ങനെ സംസാരിക്കണം? ഇതിന്റെ ഒരു റിയാലിറ്റി പ്രസന്റേഷനും പ്ലാനും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് കൃത്യമായിട്ട് വർക്കൗട്ട് ആവും. ഇനി ചെയ്യേണ്ടത് നമുക്കറിയാം, ഒരു ഫോൺ ഫസ്റ്റ് വിളിച്ചിട്ട് സെയിൽ ക്ലോസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം കോളിന്റെ റിജക്ഷൻ ഫോണിലൂടെ തന്നെ ഉണ്ടായാൽ പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. സെയിൽസ് ക്ലോസിങ്ങും സെയിൽസ് റിജക്ഷനും ഒക്കെ ഫോണിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കസ്റ്റമറിന്റെ അടുത്ത് ഫിസിക്കലി പോലും നമുക്ക് അവൈലബിൾ ആകാൻ കഴിയില്ല. അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കേണ്ടത് ജസ്റ്റ് ടു ടേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് ഫ്രം ദം, അല്ലേ? അവരുടെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, നമ്മുടെ വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയുടെ ആ ജെന്യൂനിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, എല്ലാം കൊടുക്കരുത്. അവരിൽ എപ്പോഴും നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ എന്തിനാണ് ഒരു മാസം മുമ്പ് അതിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്നത്? ആ സിനിമയ്ക്ക് വേണ്ടിയ കോണ്ടന്റിലേക്കുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അതിനുള്ള ചെറിയ ചില കാര്യങ്ങൾ മാത്രം അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നേരിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവർ ഫിക്സ് ചെയ്യുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ടൈമിൽ സംസാരിക്കാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ പാറ്റേണിലല്ല ചെയ്യേണ്ടത്. പാറ്റേൺ നേരെ ഉൾട്ട, മീൻസ് ഇൻവെർട്ടഡ് ആയിട്ടുണ്ട്. ആ പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്യുക. കീപ്പ് ചെയ്താൽ ഡെഫിനിറ്റ്ലി നമ്മുടെ ഈ പ്രശ്നത്തിനൊക്കെ ഒരു സൊല്യൂഷൻ വരും. കാരണം നമ്മുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഈ പ്രൊഡക്റ്റുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് അവരോട് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. അവരിത് എടുക്കുന്നില്ല, അല്ലേ? എനിക്ക് കസ്റ്റമറിനെ കിട്ടുന്നില്ല. കസ്റ്റമറിനെ കിട്ടാഴികയില്ല. നമ്മൾ പറയുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡും കാഴ്ചപ്പാടും മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സംഭാഷണത്തിൽ വരണം. ഇല്ലേ? നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രോജക്റ്റിനെ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യാൻ ഏറ്റെടുത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിന്റെ സാധ്യത മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അത് മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ അതുപോലെ പറയാൻ കഴിയണം. നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ നിന്നും അവരോട് പറയുന്ന രീതി വ്യത്യാസപ്പെടുത്തിയില്ലെങ്കിൽ, അതായത് ഇത്രയും നാളും പാടിയിരുന്ന പാട്ട് ആ പാറ്റേണിൽ പാടാൻ നിൽക്കണ്ട. അതിന്റെ മാറിയിട്ട് നമുക്ക് എങ്ങനെ കസ്റ്റമറിന്റെ പ്രോബ്ലം സോൾവർ ആയിട്ട് നമ്മുടെ പ്രസന്റേഷൻ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ പിടിക്കുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മുടെ ബിസിനസ്സിൽ ഒരു കോൾ ഷെഡ്യൂൾ, ഒരു കോൾ പ്രോസ്പെക്ടസ് റെഡിയാക്കുക. അതിൽ നിങ്ങളുടെ ആളുകളെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. 2, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്, 9 to 5 ജോബ് അല്ല. 24/7 ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഒരാളെ വിളിക്കുന്ന കോള് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ടൈം അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് 2-3 മിനിറ്റ് ഒരു കോള് ചെയ്യാം. കോള് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും അദ്ദേഹത്തിനോട് ആ ടൈം പറയണം. ഞാൻ ദേ ഒരു 3 മിനിറ്റ് സംസാരിക്കാനാണ് വിളിച്ചത്. പണ്ടത്തെ ഒരു വാചകം ഉണ്ടല്ലോ, 1 മിനിറ്റ് എന്ന് പറയും. എന്ത് കാര്യത്തിനും പറയും, സാറേ 1 മിനിറ്റ്.
നമ്മൾ 1 മിനിറ്റ് കൂടുതൽ എടുക്കാറില്ലേ? എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ സാധാരണ പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയും അല്ലേ? ഈ 1 മിനിറ്റ് എന്നുള്ള പദത്തിൽ നമ്മൾ 60 സെക്കൻഡ് അല്ല എടുക്കുന്നത്. ചിലപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നെ വരുന്നത്. അങ്ങനെ പാടില്ല. കോളിൽ 2 മിനിറ്റ്, 3 മിനിറ്റ്, 3 മിനിറ്റ് 20 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആ കേൾക്കുന്ന ആൾക്ക് ഇവരെന്താടാ ഇങ്ങനെ പറയുന്നത്? അല്ലേ? അവിടെ ഒരു സെൽഫ് അറ്റൻഷൻ നമുക്ക് കിട്ടുകയാണ്. എന്നിട്ട് അവരോട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു കാര്യത്തിനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക. ദെൻ ഞാൻ പറഞ്ഞത് ഒരിക്കലും കമ്പനിയുടെ ഹൈപ്പ്നെസ്സിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവരുടെ പ്രോബ്ലം സോൾവർ ആയിട്ട് നമ്മുടെ പ്രോജക്റ്റിനെ അവതരിപ്പിക്കുക. അത് സംസാരിക്കുമ്പം ഒരുപാട് എക്സൈറ്റ്മെന്റിലല്ല, വളരെ റിയാലിറ്റിയിലോട്ട് സംസാരിക്കുക. സംസാരിച്ച് വരുമ്പോൾ അവരുടെ ഇൻഫർമേഷൻസ് കിട്ടും. ആ ഇൻഫർമേഷൻ എഗൈൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് ക്ലോസ് ചെയ്യുക. ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. പക്ഷെ അത് ഇന്ന് നമുക്കതിന് സമയമില്ല. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സെഷൻ നമുക്ക് കിട്ടും. എന്താണെങ്കിലും ഈ പറഞ്ഞ ആശയങ്ങൾ മനസ്സിൽ പഠിക്കുക. ഓരോ ദിവസവും കിട്ടുന്ന ഇത്തരം ആശയങ്ങളിൽ എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. നാളെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് കാണാം. തൽക്കാലം ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഓൾ.